വീക്കെൻഡ് ആയപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ചെറിയൊരു ഔട്ടിങ്. അങ്ങനെ ഞങ്ങൾ കടമക്കുടിക്ക് പോകാമെന്ന് കരുതിയിട്ട് കടമക്കുടിയിലേക്ക് പോകാനായിട്ട് ജങ്കാറ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പും പായലും ഒക്കെ ആയിട്ടുള്ള ഇത് കെട്ടുണ്ടല്ലോ, കായലും. അത് രണ്ട് സൈഡിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജങ്കാർ ഇങ്ങനെ കാറിങ്ങനെ പതുക്കെ പതുക്കെ ജങ്കാറിലേക്ക് ഓടിച്ചിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. സാധാരണ ജങ്കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറിനകത്ത് തന്നെ ഇരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഭംഗി ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. അങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് ഇത് വലിയ കാറാണെങ്കിൽ ഒരെണ്ണം കയറും, അതല്ലേ ചെറിയ അത്യാവശ്യം ഒരു നോർമൽ കാറുകളൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം കയറും. അതല്ല ബൈക്കാണ് അവർ പ്രിഫർ ചെയ്യണമെങ്കിൽ പിന്നെ എല്ലാ ബൈക്കുകളും കൂടി ഒന്നിച്ച് കയറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലേക്ക് വന്ന് ഇതുപോലെ ഫുട്പാത്തൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു നടക്കാനായിട്ട്. ഞങ്ങൾ കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം വരുമ്പോൾ ഇത്രയൊന്നും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ആക്കിയതാണോ അതോ കൊറോണ വന്നപ്പോൾ ഡിമ്മായി പോയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊരു ചെറിയൊരു ചായക്കട ഉണ്ട്, അപ്പോൾ അവിടുന്ന് ചായ പരിപ്പോടെയൊക്കെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഫുട്പാത്തിൽ കുറേ ഫുഡ് കോർട്ട് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ബോയിൽഡ് എഗ്ഗും അതിനകത്തൊരു ഗ്രീൻ മസാലയൊക്കെ വെച്ചിട്ടൊക്കെ തരും. അതുപോലെ മുട്ട ബജി, കപ്പ, ബീഫ്, അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ജങ്കാറിൽ പോകുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി. നമുക്ക് അതിൽ കയറി നമ്മളതിങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്താനാകും. ഒരു 10 മിനിറ്റ് ഒന്നും എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് എത്തും. സന്ധ്യയായി കഴിയുമ്പോൾ വേറൊരു വൈബ് തന്നെ കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി ആകാശമൊക്കെ കാണാനായിട്ട്. ഇതുപോലെ ബോട്ടിംഗ് സർവീസ് നമുക്ക് നടത്താം കേട്ടോ. ബോട്ടിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സന്ധ്യയായിട്ട് വരുന്തോറും ഇതിൻ്റെ ഭംഗി കൂടി കൂടി വരും. നല്ല കാറ്റുണ്ടായിരുന്നു ഇരുവശങ്ങളിലും ഒക്കെ ആയിട്ടും. ആകാശമൊക്കെ കണ്ടില്ലേ, നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത പോലെ പല വർണ്ണങ്ങളിൽ. നമുക്ക് പോരാനേ തോന്നില്ല. സത്യം പറഞ്ഞാൽ വൈകുന്നേരം അവിടെ ചെല്ലുന്നതിനേക്കാളും അവിടെ ഒരു നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷം ഈ ഒരു സമയത്താണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വെളിച്ചമൊക്കെ കുറവാണ്, ചെറിയ ഒരു നടപ്പാതയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ പറ്റില്ല. പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു. സൺസെറ്റ് കണ്ടില്ലേ. അപ്പോൾ അതെല്ലാം അങ്ങനെ കണ്ട് ആസ്വദിച്ച് പോന്നു. മിക്കവാറും എല്ലാവരും പോയിട്ടുള്ള സ്ഥലം ആയിരിക്കും കടമക്കുടി, വരാപ്പുഴ റൂട്ടിലുള്ള കൂടി പോകുമ്പോൾ. തിരിച്ചു പോരുമ്പോൾ ജങ്കാർ കയറേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ വരാപ്പുഴ റൂട്ടിൽ കൂടി തിരിച്ചു പോരാൻ പറ്റും. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി കഴിച്ചു. ഈ പുഴയുടെ സൈഡിലിരുന്ന് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഫുള്ളും നല്ല റഷായിരുന്നു ഇന്ന്. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി നടക്കാമെന്നും പറഞ്ഞ് ആ ഒരു ചെറിയൊരു ഫുട്പാത്ത് ഉണ്ട്, അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കൊന്ന് നടക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കപ്പയും ബീഫും ഇല്ലേ, അത് കുറച്ച് കഴിഞ്ഞ് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എഗ്ഗ് ബജിയും കപ്പ ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് വാങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കിട്ടി, അതെല്ലാം ഞങ്ങൾ കഴിച്ചു. സന്ധ്യയായി ഇങ്ങനെ ഇരുട്ടി തുടങ്ങി വരണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുട്പാത്താണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇതിലൂടെ അങ്ങനെ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി അതെ ആ അറ്റത്തുള്ള വഴിയിൽ കൂടെ ഇപ്പുറത്തേക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ടാവും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിലേ പോയിട്ട് ചുറ്റിക്കറങ്ങി അതിൽ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളങ്ങനെ പോയില്ല. എന്തായാലും ആ ഒരു പകുതി വഴി പോയി വന്നപ്പോഴേക്കും ഞങ്ങൾ നിർത്തി. പിന്നെ രാത്രി തിരിച്ചു വന്നപ്പോൾ ആർക്കും കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ല. കാരണം നമ്മൾ വഴിയോരത്ത് കണ്ട ഭക്ഷണങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടൊക്കെയാണല്ലോ വന്നത്. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇതുപോലെ ഒരു ഗീ റോസ്റ്റും ചായയൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.
വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.